രാഹുൽ, സണ്ണി ജോസഫിന്റെ ഒരു റിലേറ്റീവിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആർക്കൊക്കെ നിയമനം ലഭിച്ചിട്ടുണ്ട്, അതിപ്പോൾ കുടുംബക്കാരാണോ, കൂട്ടുകാരാണോ, അല്ലെങ്കിൽ പാർട്ടിക്കാരാണോ, അങ്ങനെ പല നിയമനവും നടത്തിയ വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. മൂല്യനിർണ്ണയം നടത്താതെ റാങ്ക് ലിസ്റ്റ് പുറത്തുവിടുക, അതുപോലെ തന്നെ നിയമനം കൊടുക്കുക. എന്താണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ തെരുവില് സമരം ചെയ്തിട്ടുള്ള CPO റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് PSCയിൽ നിയമനം കൊടുക്കാത്ത ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു. അതെ, അവര് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചപ്പോൾ എന്തിനാണ് ഇവർ പ്രതിഷേധിക്കുന്നത്? ഇവിടെ ജോലി കൊടുക്കുന്ന ഒരു സർക്കാരില്ലേ എന്ന് ചോദിച്ചവരാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പൊട്ടിക്കരയുന്ന ഒരു യുവാവിനെ നമ്മൾ കണ്ടതാണ്. സാർ, ഞങ്ങള് രാത്രിയിലും പകലൊന്നും ഇല്ലാതെ ഉറങ്ങാതെ ഇരുന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നവരാണ് സാർ, ഞങ്ങൾക്ക് ജോലി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ കരയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീര് കണ്ടുപോയ 10 വർഷങ്ങളായിരുന്നു. അതെ, ഈ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഈ സമരങ്ങൾ നമ്മൾ കണ്ടിരുന്നു. മണ്ണ് വാരിത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ശയന പ്രദക്ഷിണം നടത്തുന്ന, മുടി മൊട്ടയടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നടന്നത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ്. അതിന്റെ മുന്നിലൂടെ രാവിലെയും വൈകിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രിയോ പരിവാരങ്ങളോ ഇത് ശ്രദ്ധിച്ചിട്ടില്ല, നോക്കിയിട്ടുമില്ല. അന്ന് കളിയാക്കിയവരൊന്ന് ഓർക്കണം. ഇന്ന് ആസൂത്രണ ബോർഡില് ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്. 1ാം റാങ്ക് വാങ്ങിച്ച ആളാണ്. 3 ആഴ്ച കൊണ്ട് ജോലിയൊക്കെ കൊടുത്തു സർക്കാർ. പെട്ടെന്ന് ഇത് കൊടുക്കുന്നു, ജോലിക്ക് കയറ്റുന്നു. 3 ആഴ്ച കൊണ്ട് ജോലിക്ക് കയറിയ ആള് ജോലിയായി. പക്ഷെ 1ാം റാങ്ക് കിട്ടിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോ ചോദ്യപേപ്പർ നോക്കാതെ 1ാം റാങ്ക് ഇട്ട് കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് എന്താണെങ്കിലും PSC അതുമായി ബന്ധപ്പെട്ട് ബോർഡ് യോഗം കൂടുകയാണ്, അന്വേഷിക്കാൻ റിപ്പോർട്ട് എടുക്കുകയാണ് PSC. ഇത് PSC അല്ല അന്വേഷിക്കേണ്ടത്. PSCക്ക് അപ്പുറത്തേക്ക് ഒരു SIT രൂപീകരിക്കണം, അല്ലെങ്കിൽ ഇത് CBI പോലുള്ള സംഘടനയൊക്കെ കൊടുക്കണം. കാരണം ഇത് കേരളത്തിലെ ജനങ്ങളുടെ എത്ര വിദ്യാർത്ഥികളാണ്, ഒരു വർഷം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത്രയേറെ ആളുകൾ ഓരോ ദിവസവും PSC പഠിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ പഠിക്കാൻ പോകുന്നതിനേക്കാൾ ഈ നമ്മളൊരു PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ പരിചയപ്പെടുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ 1 ലിസ്റ്റിലുണ്ട്, 2 ലിസ്റ്റിലുണ്ട്, 3 ലിസ്റ്റിലുണ്ട്. അത് പക്ഷേ ഇനി എപ്പോഴാവാനാ, വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 ലിസ്റ്റുകളിൽ പേര് വന്നിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി വീണ്ടും പഠിക്കുക എന്ന് പറയുന്നത്, ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് കിട്ടുക. അതല്ലെങ്കിൽ ഇത് 3ഉം കിട്ടാൻ സാധ്യത കുറവാണ്, വീണ്ടും ഒന്നുകൂടെ പഠിച്ചാലേ ചിലപ്പോൾ കിട്ടുള്ളൂ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലൂടെ പോകുന്ന ഉദ്യോഗാർത്ഥികളും കുറച്ചൊന്നുമല്ല. അല്ല, ഇതിന്റെ ഏറ്റവും വലിയ വിഷയം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെയും പല സുഹൃത്തുക്കളുണ്ട്. ഇവരും PSC എഴുതി 2, 3, 4 ലിസ്റ്റിലുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ പിന്നെയും അടുത്ത പരീക്ഷകൾ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത കിട്ടുമല്ലോ. ഇതിനകത്ത് സർക്കാരിന് നഷ്ടമുണ്ടെന്നേ. ഇപ്പോൾ ഒരു CPO റാങ്ക് ലിസ്റ്റിൽ ഒരാൾക്ക് കിട്ടി, അയാൾ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്തായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു തസ്തികയിലുള്ള രീതിയിൽ ഇതിനു മുന്നേ വന്നതായിരിക്കാം അപ്പോൾ വിളിക്കുന്നു. അപ്പോൾ അവർ ഇത് കളഞ്ഞിട്ട് അതിലേക്ക് പോകും. അപ്പൊ ഇതിനകത്ത് ബോണ്ടൊക്കെ എഴുതി വെക്കും. എന്നാലും 6 മാസം കഴിയുമ്പോഴത്തേക്കും ആർക്കാണ് നഷ്ടം? സർക്കാരിനാണ് നഷ്ടം. അങ്ങനെ PSC ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ നടന്നിട്ടുള്ളത് ആസൂത്രണ ബോർഡിലാണ്. ആസൂത്രണ ബോർഡിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങൾ വരുന്നുണ്ട്. പിന്നെ പാർട്ടിയെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇത് ആദ്യമല്ലല്ലോ. അല്ല, ശിവരഞ്ജിത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് ശിവരഞ്ജിത്തിന് 1ാം റാങ്കും 2ാം റാങ്കും ഒക്കെ കിട്ടിയത് എന്ന് നമുക്കറിയാം. അപ്പോൾ CPM അനുകൂലികൾക്ക് മാത്രം എങ്ങനെയാണ് ഈ 1ാം റാങ്കും 2ാം റാങ്കും കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ സഖാക്കൾ പഠിച്ചെഴുതുന്നതാണ്, ഞങ്ങൾക്ക് പഠിച്ചെഴുതിയ വിവരമുള്ള സഖാക്കൾ ഉണ്ടെന്ന്, ഞങ്ങൾക്ക് അതുകൊണ്ട് ആരെ ഭയപ്പെടാനാണ് എന്നൊക്കെ ചോദിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PSC ഉദ്യോഗസ്ഥർ, PSCയുടെ ഉദ്യോഗസ്ഥർ എത്ര രൂപയാണ് ശമ്പളം വാങ്ങിക്കുന്നത്? ഇനി ഈ ശമ്പളം കൂട്ടിക്കൊടുത്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്, അതായത് ഇത്തരത്തിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ കുത്തിത്തിരുകാൻ വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ സംശയിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഇല്ല, ഒരു തെറ്റുമില്ല. കാരണം 2-3 ലക്ഷം രൂപയാണ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം.
ഇവർക്ക് പുറമെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ശമ്പളം വാങ്ങുന്നതിന് പുറമെ അല്ലാതെ സമ്മർദ്ദം എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പോൾ സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണ്, അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നേരിട്ട് വിളിച്ച് സമ്മർദ്ദം ചെലുത്തുകയാണ്, ഇന്ന ക്രമക്കേടുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ PSC ഉദ്യോഗസ്ഥരുടെ ഇടയിലും പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ കുത്തിത്തിരിക്കുക സഖാക്കളാണ് ഇതിന് പിന്നെ, അല്ലാതെ വേറെ ഒരു വാസ്റ്റ് ഏരിയ ആണ്. എത്ര ഓഫീസുകളിലേക്ക് എത്ര ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. 1000-10,000 ഒക്കെ വേക്കൻസി വിളിക്കുന്ന LD ക്ലർക്ക് പോലുള്ള പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കൊക്കെ വിളിക്കുന്നതും എത്രയാണ് വിളിക്കുന്നത്, ഇതിൽ എത്ര പേർ മെറിറ്റിൽ കയറി പോകുന്നുണ്ട്, എത്ര പേരെ പിൻവാതിലൂടെ നിയമിക്കുന്നുണ്ട് എന്നതിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ കൃത്യമായ ധാരണ ആർക്കും ഉണ്ടാവില്ല. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു വർഷം ഒരു എക്സാം എഴുതുന്ന 4-5 ലക്ഷം ആളുകളാണ്. ഈ 4-5 ലക്ഷം ആളുകളിൽ നിന്നാണ് 1-2-3 പേര് എടുക്കുന്നത്. ഞാൻ PSCയുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 0.001% ചാൻസാണ് PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പേർക്കാണ് ജോലി കിട്ടുന്നത്? ഇത്രയും പേര് എഴുതുന്നതിനകത്ത് എത്ര പേർക്ക് ജോലി കിട്ടുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. റാങ്ക് ലിസ്റ്റിലൊക്കെ വരും. ഞാൻ പറയുന്നത് റാങ്ക് ലിസ്റ്റ് അല്ല, റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ജോലി കിട്ടാനുള്ള പാടാണ്. ആദ്യത്തെ 10 പേർക്ക് ചിലപ്പോൾ ജോലി കൊടുത്താലായി. അതായത് 10,000 പേരെ ഒഴിവായിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നും, ആ ലിസ്റ്റുകളിൽ നിന്നും മൊത്തത്തിൽ 10 പേരെ എടുത്താലായി എന്ന് പറയുന്ന ഏറ്റവും വലിയ വിരോധാഭാസമാണ് കേരളത്തിൽ ഇന്ന് PSCയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരെ എന്ത് ചെയ്യും? പിൻവാതിൽ നിയമനങ്ങൾ വഴി നടത്തിക്കൊണ്ടേയിരിക്കും. ഒഴിവാക്കാൻ കഴിയില്ലോ, സഖാക്കന്മാരല്ലേ, മാസം തോറും ലവി വിരിക്കാനുള്ളതല്ലേ. അതേപോലെ തന്നെ എന്തെങ്കിലും ഇതേപോലെ ആരെങ്കിലും കുത്തിത്തിരിക്കണമെങ്കിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത് ഇവരല്ലേ. എന്തെങ്കിലും ഫയൽ നീങ്ങണമെങ്കിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത് ഇവരല്ലേ. സ്വന്തം സഖാക്കളാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, നിനക്ക് ഞാനല്ലേടാ ജോലി വാങ്ങിച്ചു തന്നെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങനെയുള്ള, അതായത് നമ്മൾ ഏത് സർക്കാർ സംവിധാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും CPMന്റെ അണികളെ കുത്തിത്തിരുകാനുള്ള, അല്ലെങ്കിൽ CPMന്റെ നേതൃത്വവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെ കുത്തിത്തിരുകാനുള്ള വഴികളാണ് എപ്പോഴും നോക്കുന്നത്. CPMന്റെ ഒരു അജണ്ട ഉണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അജണ്ടയാണ്. CPMനെ സംബന്ധിച്ച് CPM ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ജോലി. നമ്മള് തമാശക്കാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും പറയില്ലേ, പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് നടന്നിരുന്നെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ കയറി ഇരിക്കായിരുന്നു എന്ന് പറയുന്ന തമാശക്കാണ് പറയുന്നതെങ്കിൽ പോലും ഇതിലൊരു വസ്തുതയുണ്ട്. കാരണം ഈ പറഞ്ഞ PSC വഴി നിയമനം അല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ മറ്റ് ബോർഡുകളുണ്ടല്ലോ, മറ്റ് ബോർഡുകൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ എന്താണ് ടെമ്പററി പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ കയറുന്നു. ഇതിങ്ങനെ പുതുക്കി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെ ഇരിക്കാൻ കഴിയുന്ന സംവിധാനം ഇടതുപക്ഷം മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ കറന്റ്ലി. നല്ലൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് തൊഴിലില്ല, ജോലി ചെയ്യാൻ സംവിധാനങ്ങളില്ല, ഒന്നുമില്ല. പക്ഷേ CPMമാരെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എങ്ങനെയാണ്? അവർക്ക് സ്ഥിര വരുമാനത്തിന് എന്തെങ്കിലും വഴി സർക്കാർ കണ്ടെത്തി കൊടുക്കുക, അല്ലെങ്കിൽ പാർട്ടിക്ക് കൊടി പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും. ഇപ്പൊ 10 വർഷമായി KSRTCയിൽ ഒരു നിയമനം നടത്തിയിട്ട്, KSRTCയിൽ അപ്പൊ നമുക്ക് തോന്നും, അപ്പോ KSRTCയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ആരും പുതിയതായിട്ട് ജോലിക്ക് കയറിയിട്ടില്ലേന്ന്. അല്ല, എല്ലാരും ഡെയിലി വേസിന് വരുന്ന ആളുകളാണ്. എല്ലാവരും പാർട്ടി സഖാക്കന്മാരെയാണ് കൂടുതൽ. അവര് അതായത് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലിസ്റ്റ് കൊണ്ടുവരണം. ഏരിയ കമ്മിറ്റി പറയും ഇന്നാള് അവർക്ക് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഏരിയ കമ്മിറ്റി എന്നത് ജില്ലാ കമ്മിറ്റിക്കും, ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്കും, സംസ്ഥാന കമ്മിറ്റി എന്നാണ് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അപ്രൂവ് ചെയ്തിട്ട് മുഖ്യമന്ത്രിയുടെ കൈ കൊടുക്കും, അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയുടെ കൈ കൊടുക്കും. ഓക്കെ, ശരി, ഇത്രയും പേരെ എടുത്തോട്ടെ. ഇങ്ങനെയാണ് ആളുകൾ എടുക്കുന്നത്. ഒന്നാലോചിക്കുക, അത് KSRTC മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും 10 വർഷക്കാലമായിട്ട് എങ്ങനെയാണോ ഉദ്യോഗസ്ഥർ ജോലി ചെയ്തിരുന്നത് നോക്കിക്കഴിഞ്ഞാൽ എത്ര PSC, നമ്മൾ CPO റാങ്ക് ലിസ്റ്റിന്റെ കാര്യമാണ് എപ്പോഴും പറഞ്ഞത്. അത് എപ്പോഴും ഓർമ്മിപ്പിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ തന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സെക്രട്ടേറിയറ്റിൽ വന്നിരുന്ന് മുടിമുറിച്ച് പോച്ച നിന്ന് മുട്ടിലഴഞ്ഞ് ചെയ്യാൻ കഴിയുന്ന സമരമുറകളെല്ലാം എടുത്തു. അപ്പോ അതെല്ലാം എടുത്തിട്ടും അത് കാണാതെ പോയൊരു സർക്കാർ സംവിധാനം ഉണ്ടായിരുന്നു. ഇത്രയും കോലാഹലങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നിട്ട് പോലും അതിനെ അഡ്രസ് ചെയ്തിട്ടില്ല. ഇതിന് സൊല്യൂഷൻ കിട്ടില്ല. അഡ്രസ് ചെയ്തു. ഞങ്ങൾ വേണമെങ്കിൽ കണ്ണൂരിലെ കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കാമെന്ന് പറയുന്ന രീതിയിലേക്ക് ചർച്ചക്കിടയിൽ പോയി. കണ്ണൂരെ കുറച്ച് സഖാക്കൾക്ക് വേണമെങ്കിൽ ജോലി കൊടുക്കാം. ഓൺ ദ ബേസിക് ലെവൽ കഴിഞ്ഞ 10 വർഷത്തെ നിയമനങ്ങൾ, ആരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, ഇവരുടെ പാർട്ടി ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ള കൃത്യമായ പരിശോധന നടന്നാൽ ഒരു ചീട്ടുകൊട്ടാരം പൊളിയുന്നത് പോലെ ഇതെല്ലാം പൊളിഞ്ഞു താഴെ പോകും.
പലരും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ മൂല്യനിർണ്ണയം നടത്താതെ ജോലി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും? അതെ, തീർച്ചയായിട്ടും. ഇപ്പോ ഈ ശിവരഞ്ജിത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഈ പറഞ്ഞ ചോദ്യപേപ്പർ ചോദ്യപേപ്പർ എടുത്തു കൊടുത്തും ആൻസർ ഷീറ്റ് തിരുത്തിയിട്ടുള്ള കാര്യങ്ങൾ പോലും നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇത് PSC മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള സർവകലാശാലകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് PSC എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ മാത്രം, PSC എന്നുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ യുവാക്കൾക്കും ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു സർക്കാർ സംവിധാനമായിരുന്നു. അതിനെയാണ് 10 വർഷക്കാലമായിട്ട് അട്ടിമറിച്ചിരിക്കുന്നത്. സാധാരണപ്പെട്ട ഇവിടുത്തെ യുവാക്കളോട് സർക്കാർ, ഇതിനു മുന്നുണ്ടായിരുന്ന സർക്കാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി വിജയൻ കണക്ക് പറഞ്ഞേ മതിയാവൂ. കാരണം എത്ര പേരുടെ അവസരങ്ങളാണ് നിങ്ങൾ നശിപ്പിച്ചത് സാർ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പേര് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് കരഞ്ഞു. ആ കരഞ്ഞവരെ അധിക്ഷേപിക്കുന്ന നടപടി ഉണ്ടായത് ആരുടെ ഭാഗത്തു നിന്നായിരുന്നു? ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇന്നും ഈ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വോട്ട് ബാങ്കുകളാക്കുക എന്ന് പറയുന്നത് മാത്രമാണ്. അതായത് പ്രാദേശിക തലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ജോലി കൊടുക്കുക, സൊസൈറ്റികൾ പിടിച്ചെടുക്കുക. ഇപ്പൊ ഒരുപാട് സൊസൈറ്റികളുണ്ട്, പാൽ സൊസൈറ്റി, കാർഷിക സൊസൈറ്റി, ബാങ്ക്, അങ്ങനെ പറയുന്ന എല്ലാ സംവിധാനങ്ങളും പിടിച്ചെടുക്കുക. അതിനുശേഷം അവിടെ പാർട്ടിക്കാരെ നിയമിക്കുക. ആ പാർട്ടിക്കാരെ നിയമിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ നമുക്കറിയാം, സൊസൈറ്റികളിൽ നിന്നാണ് പെൻഷൻ കൊടുക്കുന്നത്. എല്ലാ മാസവും പെൻഷൻ വരുന്നത് സൊസൈറ്റികളിൽ നിന്ന് ആരെങ്കിലും പൈസ കൊണ്ടുവന്നിട്ട് എണ്ണീട്ട് കൊടുക്കും. ഇവരെന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇവരെ ഉപയോഗിക്കുന്നത്. കാരണം വീടുകളുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം, അതിനു വേണ്ടിയിട്ടാണ് CPM ഇതെല്ലാം പിടിച്ചെടുക്കുന്നത്. അതേപോലെ ആശാ വർക്കർമാരെ, ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരമൊക്കെ നമ്മൾ കണ്ടു. ആ സമരത്തിൽ ഏറ്റവും കൂടുതൽ വന്നതും CPM-നെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളാണ്, CPM-ന്റെ പാർട്ടി സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ആളുകളാണ്. എന്തിനാണ് അവർ സമരം ചെയ്തത്? അവരുടെ ദിവസവേതനം ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ആശാ വർക്കർമാരുടെ ഒരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അതിന് നിയമിക്കുന്നത് CPM-കാരാണ്. കാരണം ഇവിടുത്തെ പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ പലതും ഭരിക്കുന്നത് CPM ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണയാണ് വലിയൊരു മാറ്റം ഉണ്ടായത്. പക്ഷെ എന്നാലും ഇതെല്ലാം CPM-ന്റെ കയ്യിൽ തന്നെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടിയിട്ട്, വാർഡ് മെമ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ചുമതലപ്പെടുത്തി നമ്മൾ ശ്രദ്ധിക്കണം. വാർഡ് മെമ്പറും ആശാ വർക്കറും കൂടെ ആയിരിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്ന് അറിയാമോ? ആ സംവിധാനങ്ങൾ മാറ്റണം. കാരണം അവർ ഉപയോഗിക്കുന്നത് ആശാ വർക്കർമാർ എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും കയറി ചെന്ന് അവരോട് സമ്പർക്കം പുലർത്താൻ കഴിയുന്ന ആളുകളാണ്. ഒരു പരിധിവരെ ഇതെല്ലാം പാർട്ടി ചെയ്യുന്നതാണ് എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ പെൻഷൻ തരുന്നു എന്നുള്ളൊരു നറേറ്റീവ് കൊണ്ടുവരുമ്പോൾ തന്നെ ഓക്കെ, ഇദ്ദേഹത്തെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് കിട്ടില്ലേ എന്നുള്ളൊരു തോട്ടും കൂടെ ഉണ്ടാവുകയാണ്. അങ്ങനെ സാധാരണക്കാരനെ പറ്റിച്ചാണ് 10 കൊല്ലക്കാലം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചു. അതിന് കണക്ക് പറഞ്ഞാൽ മതിയാവും. ഈ PSC ഇനി ഇതുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതുകൊണ്ടൊന്നും ഇവിടെ നിൽക്കുന്ന കാര്യമല്ല. മുഖ്യമന്ത്രി ഇടപെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇനി എത്രയോ ആളുകൾ ഇതേപോലെ കയറിയിട്ടുണ്ടാകാം. എത്രയോ ആളുകൾ ഇപ്പൊ 1ാം റാങ്കും 2ാം റാങ്കും വരുമ്പോൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഒരു 10-30 റാങ്കിന്റെ ഇടയ്ക്ക് വരാൻ വേണ്ടിയിട്ട് എത്ര ആളുകൾ ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകാം. പാർട്ടി ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം, ജോലി നേടാൻ വേണ്ടി ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു സർക്കാർ സംവിധാനത്തെ ഒരു പാർട്ടിക്ക് മുഴുവൻ ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്.